ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചു പോകുന്നതിലും നമ്മുടെ പാഠവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ആ ചോദ്യവുമായിട്ട് അല്ലെങ്കിൽ പാഠം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ SCERT ഇറക്കിയ മോഡൽ ചോദ്യ പേപ്പറിൽ പാഠത്തിൽ നിന്നും നമ്മൾ പഠിച്ച അതേ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. SCERT ഇറക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്. പാഠം വരയും വരിയും എന്ന് പറയുന്ന പാഠഭാഗത്താണ്. വരയും വരിയും. അപ്പൊ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ക്ലാസ് 5ന്റെ ക്ലാസ് 6ന്റെ വജ്ര ബാച്ചില് എൻഡ് ഗെയിം ബാച്ച് ഉണ്ട് കേട്ടോ. എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ ബാച്ചാണ്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, മാത്രമല്ല ഇന്നത്തെ ലൈവ് ക്ലാസ്സുകളിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. മെഗാ മാരത്തോണിൽ ടീച്ചർ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത്. നാളെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും കേട്ടോ. ചോദ്യം ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് 2 ചിത്രങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ചിത്രം ഇതാണ്. അബു എബ്രഹാമിന്റെ കാശ്മീർ കാഴ്ചകളെയാണ് കാണിക്കുന്നത്. ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ആരാ എഴുതിയതെന്ന് പേര് തന്നിട്ടില്ലെങ്കിലും ചിത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഓർക്കുക. ഇതാ അബു എബ്രഹാം. അബു എബ്രഹാം ഏത് കാഴ്ചകളെ കുറിച്ചാണ് എഴുതിയത്? കാശ്മീർ കാഴ്ചകളെ കുറിച്ച് അല്ലെ. കാശ്മീരിന്റെ കാഴ്ചകളെ കുറിച്ചുള്ള എഴുത്ത് മാത്രമല്ല, അതിൻ്റെ ഒരു ചിത്രം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം. കാശ്മീർ എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലം അല്ലേ, മഞ്ഞുമലകളാൽ നിറഞ്ഞ, ചെമ്മരിയാടുകൾ നിറഞ്ഞ അല്ലേ, ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്കതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രകൃതിയെക്കുറിച്ച്, അവരുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായിട്ടൊരു ക്ലിയർ ഐഡിയ അല്ലേ, കൃത്യമായൊരു ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ വരയിലൂടെ നമുക്ക് കിട്ടുന്നത്. അബു എബ്രഹാം, അദ്ദേഹം അബു എബ്രഹാം വരച്ചത് കാശ്മീർ കാഴ്ചകളെ കുറിച്ചാണ് അല്ലെ. കാശ്മീരിലെ കാഴ്ചകളെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. മലയാളത്തിലെ മഹാനായ ഒരു കാർട്ടൂണിസ്റ്റാണ് ആര്? അബു എബ്രഹാം അല്ലെ. ലളിതമായ വരകൾ കൊണ്ട് അദ്ദേഹം കൂറിയിട്ട കാർട്ടൂണുകൾ ലോക പ്രശസ്തങ്ങളായി. അതൊന്നും എഴുതണമെന്നില്ല. മലയാളത്തിലെ കാർട്ടൂണിസ്റ്റായ അബു എബ്രഹാം വരച്ച ചിത്രമാണ് ഇത്. അദ്ദേഹത്തിന്റെ കാശ്മീർ കാഴ്ചകൾ അല്ലെ, കാശ്മീർ കാഴ്ചകൾ സീരീസിലെ ഒരു ഇങ്ക് ആൻഡ് പെന്നും ഇങ്ക് ആൻഡ് പെൻ ചിത്രമാണിത്. അങ്ങനെ ഇങ്ക് ആൻഡ് പെൻ ചിത്രമാണ് ഇത് കേട്ടോ. കറുത്ത മഷി കൊണ്ട് വെള്ള പ്രതലത്തിൽ കോരിയിട്ട ചിത്രം. നോക്കേ, കറുത്ത മഷിയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വെളുത്ത പ്രതലത്തിൽ. ഇത് കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഇതിൽ തന്നതുകൊണ്ടല്ല, ഇങ്ങനെയാണ് അദ്ദേഹം ചിത്രം വരച്ചത്. കറുത്ത മഷി കൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? വെളുത്ത പ്രതലത്തിലെ ലളിതമായ വരകളിലൂടെ ഇദ്ദേഹം മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന കാശ്മീർ താഴ്വരയെ എന്ത് ചെയ്തിട്ടുണ്ട്? മനോഹരമായി പകർത്തി വെച്ചിട്ടുണ്ട്. അബു എബ്രഹാം ഈ ചിത്രത്തിൽ മനോഹരമായി ദൃശ്യവൽക്കരിക്കുന്നു അല്ലെ. മഞ്ഞിൽ പുതഞ്ഞ മരത്തിന് താഴെ വിശ്രമിക്കുന്ന ആട്ടിൻപറ്റം. നോക്കൂ, ഇതൊക്കെ നിങ്ങൾക്ക് ഇത് വായിച്ചില്ലെങ്കിലും എഴുതാൻ പറ്റും. ഇത് ആട്ടിൻപറ്റം. ഒന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ചെമ്മരിയാടിൻ പറ്റമുണ്ട് അല്ലേ, ആട്ടിൻപറ്റം. അതുപോലെ പാടത്ത് പണിയെടുക്കുന്ന കർഷകൻ. എവിടെയാ പാടത്ത് പണിയെടുക്കുന്ന കർഷകൻ? ഇവിടെ പാടത്ത് പണിയെടുക്കുന്ന കർഷകനുണ്ട്. അത് ശരിക്കും നോക്കിയാലാണ് അതൊന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ എന്താണ്? മഞ്ഞു മൂടിയ പർവ്വത നിരകളുമെല്ലാം ലളിതമായി ഈ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആവിഷ്കരിക്കുന്നുണ്ട്. മഞ്ഞു മൂടിയ പർവ്വത നിരകളൊക്കെ ലളിതമായിട്ട് ഈ ഒരു ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട് അല്ലേ, മനോഹരമായിട്ട്. അപ്പോൾ ആരതാന്ന് ഓർക്കുക, എന്തിനെ കുറിച്ചാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. മഞ്ഞുമലയുണ്ട്, മഞ്ഞൊക്കെയുള്ള ഒരു സ്ഥലമാണ് കാശ്മീർ. അപ്പൊ കാശ്മീരിനെ കുറിച്ചാണ് നമ്മൾ പാഠഭാഗത്തും പഠിക്കുന്നുണ്ട്. അപ്പൊ എഴുതാൻ പറഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾ എഴുതുക. ഇനി മറ്റൊരു ചിത്രമുണ്ട്, ഇതല്ലാതെ മറ്റൊരു ചിത്രമുണ്ട്. ചിത്രം ഇതാണ്. ബേപ്പൂരിൽ നിന്ന് ആദ്യമായിട്ട് ആവി വണ്ടി ഓടിയതിനെ കുറിച്ച് നമ്മുടെ പാഠത്തിൽ പറയുന്നത് അല്ലെ. 1861 അത് വരച്ചതാരായിരുന്നു? ആരാണ് വരച്ചത്? വേഗം പറയൂ, ആരാണ്? ഭാരഭാസ്കരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ.
അപ്പോൾ ആദ്യമായി ഒരു കരിവണ്ടി നാട്ടിൻപുറത്തേക്ക് കടന്നു വരുമ്പോൾ ആ പ്രദേശത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അത് എന്താ ചെയ്തത്? അദ്ദേഹം ചിത്രങ്ങളിലൂടെ കോറിയിട്ടു. ഈ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അന്നത്തെ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ, ആദ്യമായിട്ടാണ് ഒരു ആവിയന്ത്രം ഓടുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതിനെപ്പറ്റിയുള്ള വിശദമായിട്ട് പാഠത്തിലൂടെ ടീച്ചർ പറഞ്ഞു തരാം. ഒന്ന് ഭാരഭാസ്കരൻ വരച്ചതാണെങ്കിൽ മറ്റൊന്ന് അബു എബ്രഹാം വരച്ച ചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അബു എബ്രഹാം വരച്ച ചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും പ്രതീക്ഷിക്കാമെന്ന് മോഡൽ ചോദ്യ പേപ്പർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടെ പറയാണ്, വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്യുക. എല്ലാവരും ലൈവ് ക്ലാസ്സുകളിൽ കാണുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പാഠത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം, ഒപ്പം ചോദ്യങ്ങളിലൂടെയും. അപ്പോൾ ക്ലാസ് കാണാം കേട്ടോ.